എന്താ പോലെ മഴക്കാലത്ത് മഴയില്ലാണ്ട് പിന്നെ ഇന്ന് കർക്കിടക വാവാ അങ്ങനെ എന്തല്ലേ. ഞാൻ എന്താണ് നിങ്ങൾ ചളി പറയാത്തെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഒരു നേരം ഒരു ചളി അടുത്തുണ്ടാവുമ്പോ വേറൊരു ചളി പറയേണ്ട കാര്യം ഉണ്ടാവും. നിങ്ങൾ ഗൾഫിൽ നിന്ന് വന്നത് ഇങ്ങനെ ചളി കിട്ടാൻ? അല്ല, കൂട്ടത്തിലൊന്നും നടന്നോട്ടെ. ആരോ വരുന്നത്? നമസ്കാരം. നമസ്കാരം. വരൂ. നമസ്കാരം. എൻ്റെ പേര് സജു. തൃത്താല പേര്. ശരി. ഇരിക്കും. ഓക്കെ. നല്ല മഴ അല്ലേ? തൃത്താല അല്ലെ? മഴയാണ്. ഇപ്പൊ കർക്കിടക വാവല്ലേ, അപ്പൊ അതിന്റെ സംഭവമായിരിക്കും. ഞാൻ നമ്മുടെ പിന്നെ KSRTC രവീന്ദ്രല്ലേ, KP രവീന്ദ്രൻ, പൊന്നാനി വർക്ക് ചെയ്യണം സുഹൃത്താണ്. മുഖേനയാണ് ഞാൻ സാറിനെ ഒരു രവീന്ദ്രൻ പഴയ സുഹൃത്താണല്ലേ. അല്ല, അപ്പൊ പിന്നെ ഇപ്പോഴും രവീന്ദ്രൻ പൊന്നാനി തന്നെയാണോ? പൊന്നാനി വർക്ക് ചെയ്യുന്നത്. അപ്പൊ കണ്ടിട്ട് കുറച്ചായി. ഞാൻ CI ആയിട്ട്, അതായത് കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ആയിട്ട് വർക്ക് ചെയ്യും. അതെ. അപ്പൊ തൃത്താല രവീന്ദ്രന്റെ വീടിന്റെ അടുത്ത്. അപ്പൊ എന്താ വിശേഷം? നല്ല വിശേഷം ഇങ്ങനെ പോണ്. വേണ്ട, ഞാൻ ഇപ്പൊ കഴിച്ചു വന്നോളൂ. അല്ല, എടുക്കാം. വേണ്ട, ഇപ്പൊ കഴിച്ചു വന്നോളൂ. ഞാൻ എന്താ വന്നറിയോ, ഞാനൊരു ഇൻഷുറൻസ് അഡ്വൈസർ, LICയുടെ. അപ്പോ ഞങ്ങൾ ഇന്നലെ സംസാരിക്കുമ്പോ, രവീന്ദ്രനായിട്ട് സംസാരിക്കുന്ന സമയത്ത് സാറിന്റെ ഒരു ടോപ്പിക് വന്നു. എന്റെ സുഹൃത്താണ്, വേണമെങ്കിൽ പോയി കണ്ടോ, മൂപ്പര് എന്നെ എന്തെങ്കിലും ചെയ്യുന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് ഇവിടെ 2-3 വീടുകളും കൂടി കയറണ്ടായിരുന്നു. ജസ്റ്റ് ഇങ്ങനെ വന്നു മാത്രം. പോളിസി ഒന്നും ഇപ്പൊ ഞങ്ങൾ ഇനിയിപ്പോ പോളിസി എടുപ്പിക്കാൻ വേണ്ടിട്ടല്ലേ? അതെ, പോളിസി എടുപ്പിക്കാനല്ല, സാറിന് 2-3 പ്ലാൻ ഞാൻ അവതരിപ്പിച്ചു തരാം. അല്ലാതെ നമുക്ക് കുറിയും കാര്യങ്ങളും പിന്നെ കുട്ടികളുടെ പേരിലൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടോ? കുട്ടികളുടെ പേരിൽ പോളിസി എപ്പോഴും എടുക്കുന്നതല്ല. കാരണം എന്താ അറിയോ, നമ്മുടെ മക്കള് വലുതായി കഴിഞ്ഞാൽ അവർ സ്റ്റഡീസ് ഒക്കെ ഇല്ലേ, ഹയർ സ്റ്റഡീസിനൊക്കെ കുറച്ചൊരു വരും. ഇനിയിപ്പോ അങ്ങനെ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഈ ഫണ്ട് ഇപ്പൊ ഞാൻ ഒരുപാട് അവിടെ ഇവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഡെഡായി എടുക്കണോണ്ട് പലതും റിട്ടേൺസ് ഒന്നും ഇപ്പൊ വളരെ കുറവാണ്. അപ്പോ ഇപ്പൊ ഒരു പോളിസി എടുക്കാനുള്ള ഒരു സെറ്റപ്പിലല്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യാൻ, ഞാൻ സാറിന് ഒരു പെൻഷൻ പ്ലാൻ ഉണ്ട് നമ്മുടെ അടുത്ത്. പെൻഷൻ പ്ലാൻ, അതായത് സാറിന് പ്രായമൊന്നും ആയിട്ടില്ല അറിയാം, പക്ഷെ എങ്കിൽ പോലും ഈ പെൻഷൻ പ്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം നമ്മുടെ LICയിൽ. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാറിന് പിന്നെ നെക്സ്റ്റ് മന്ത് മുതൽ അതിന്റെ വരുമാനം വന്നിരിക്കും. അത് ത്രൂ ഔട്ട്, അതായത് നമ്മളിപ്പോ ഒരു 1 crore ഡെപ്പോസിറ്റ് ചെയ്യുകയാണെന്നെങ്കിൽ അതിനൊരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. ആ ഇൻട്രസ്റ്റ് നമ്മൾക്ക് അടുത്ത മാസം വരുവാണെങ്കിൽ നമുക്ക് മേടിക്കാം. അതൊരു പെൻഷൻ പോലെ എല്ലാ മാസവും കിട്ടും. അല്ല, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഒരു 1 crore ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മള് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അതിനേക്കാൾ കൂടുതലായിരിക്കും. അതായത് ബാങ്ക് ഇൻട്രസ്റ്റ് പറഞ്ഞ സാറേ, RBI റേറ്റ് അനുസരിച്ചിട്ട് ഫ്ലക്ച്വേഷൻ വന്നുകൊണ്ടിരിക്കും. ഇപ്പോ നമ്മളിപ്പോ പല ബാങ്കുകളുടെയും ഇൻട്രസ്റ്റ് വളരെ കുറവാണ്. നമ്മൾ അങ്ങനല്ല, നമ്മൾ ഇപ്പോ ചേരുന്ന സമയത്ത്, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എത്രയാണോ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്, അതിന് നിങ്ങൾ അടുത്ത മാസം വരെ മേടിക്കുകയാണെങ്കിൽ ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. നിങ്ങൾ 1 കൊല്ലം കഴിഞ്ഞിട്ട് മതി നിങ്ങൾക്ക് ഈ മറ്റേ പെൻഷനായിട്ട് കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടും. നേരെ മറിച്ച് 5 കൊല്ലം കഴിഞ്ഞിട്ട് മതി നിങ്ങൾക്ക് പെൻഷൻ കിട്ടി തുടങ്ങുക വെച്ചാൽ അപ്പോൾ 9.5 വരെ നമ്മുടെ കമ്പനി ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. എന്തായാലും ബാങ്കിനേക്കാൾ കുറച്ചും കൂടി. മാത്രമല്ല, നിങ്ങൾക്ക് ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്, സംരക്ഷണം. നമ്മളിപ്പോ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ചെയ്യുന്ന ആളുടെ പേരിൽ ഒരു ഇൻഷുറൻസ് പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ഹെൽത്തിന് എല്ലാത്തിനും ഉപയോഗിക്കാവുന്ന. ഹെൽത്തിന് പറ്റില്ല, നമ്മള് പിന്നെ ഈ എന്താ പറയാ, നമ്മുടെ ഈ മറ്റു കാര്യങ്ങളുണ്ടല്ലോ ഹെൽത്ത് അല്ലാതെ. അപ്പൊ ഞാനൊരു ഇൻഷുറൻസ് എടുത്ത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങനെ അപ്പൊ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൂടി ഇതിന്റെ ഭാഗമായിട്ട് കിട്ടും. നല്ല പ്ലാനാണ്. ഒരുപാട് ആൾക്കാർ പലതരത്തിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എല്ലാ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റും വേണം. പക്ഷെ ഇത് നമ്മൾക്ക് എന്താ അറിയോ, നമ്മൾക്ക് ഹോൾ ലൈഫ് കിട്ടും. നമ്മൾക്ക് ഇനിയിപ്പോ 3 കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വേണമെങ്കിൽ തിരിച്ച് മേടിക്കാം. പെൻഷൻ അവിടെ നിൽക്കും. നല്ല പ്ലാനാണ്. കേട്ടിട്ട് വലിയൊരു കുഴപ്പമില്ല തോന്നണല്ലേ? ഞാനിതിന് കൊട്ടേഷൻ ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. സാറിന് ഈ പറഞ്ഞ പോലെ നോക്കണമെങ്കിൽ നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നോക്കാം. പക്ഷെ അത് ഞാൻ
ഞാനിപ്പോ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടിട്ട് വിചാരിച്ചിരിക്കുകയായിരുന്നു. ആ ആ അപ്പൊ അതിന്റെ ഒരു കുറച്ച് പൈസ കയ്യിലുണ്ട്. പക്ഷേ നിങ്ങളെ ഓഫീസ് എവിടെയാന്ന് പറഞ്ഞു? എന്റെ ഓഫീസ് പട്ടാമ്പി. 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 തൽക്കാലം ഇക്കാര്യം നടക്കട്ടെ. പ്രോപ്പർട്ടികൾ പിന്നെ നമുക്ക് അവിടുന്ന് കിട്ടാനുള്ളത് വെച്ചിട്ട്. അനക്കിപ്പോ ഈ ചെറുപ്പകാലത്ത് പെൻഷൻ വാങ്ങാനാ? അല്ല, നല്ലൊരു പ്ലാൻ ആണെന്ന് അല്ല കണ്ടപ്പോ മാഡം, പറഞ്ഞപ്പോ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പേര് അങ്ങനെ പെൻഷൻ എന്ന് വിളിക്കുമ്പോ പോലും നമ്മൾക്ക് ഇതിന്റെ ഒരു ഏത് പ്രായക്കാർക്കും ചേരാം. ചോദിക്കാൻ വിട്ടൊരു കാര്യം, ഇതിപ്പോ നമ്മളിപ്പോ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് നമുക്ക് തിരിച്ചു കിട്ടില്ല. ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് ആഫ്റ്റർ 3 years നിങ്ങൾക്ക് വേണമെങ്കിൽ പിൻവലിക്കാം. ഒരു പൈസ പോലും നഷ്ടപ്പെട്ടില്ല. നിങ്ങളത് പിൻവലിക്കേണ്ടി വരില്ല. നിങ്ങൾ 3 വർഷം കഴിഞ്ഞാൽ വീണ്ടും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അല്ല, ഞാനിപ്പോ എന്തായാലും ഗൾഫ് മതിയാക്കി ഒരു മാക്സിമം ഒരു 5 വർഷം കൂടി അവിടെ തുടർന്നിട്ട് പിന്നെ നാട്ടിൽ സെറ്റിൽ ചെയ്യാ. സാർ ഒരു കാര്യം ചെയ്തോളൂ, 5 വർഷം കഴിഞ്ഞിട്ട് മതി പെൻഷൻ ഓപ്റ്റ് ചെയ്യല്. നിങ്ങൾക്ക് 9.5% നിങ്ങൾക്ക് കിട്ടും. അതൊരു നല്ല ഐഡിയ. ഏതായാലും 4-5 കൊല്ലം കൂടി ഇനി ഗൾഫിൽ കഷ്ടപ്പെടാം. പിന്നെ എപ്പോഴെങ്കിലും പോയി വന്നാൽ മതി. ചെറിയ ബിസിനസ് ഒക്കെ അവിടെ ഉണ്ട്. അതൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇതെന്നാ അത് അതിന്റെ പേപ്പേഴ്സും കാര്യങ്ങളും ഉണ്ടാകും. പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ചെയ്യാം. അപ്പൊ എന്നാ അത് ആലോചിക്കല്ലേ സജു? ഓക്കെ, എന്താ എന്റെ അഭിപ്രായം എന്താ? കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും നമ്പർ കൊടുത്തു സാർ നമ്പർ തരാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഞാൻ ഇന്നലെ വിളിച്ചിട്ടാണ്, അത് കിട്ടിയില്ലേ സാറിന്. അപ്പം ഞാൻ എന്തായാലും രവീന്ദ്രനെ ഒന്ന് വിളിച്ച് സംസാരിക്കും. എന്തായാലും ഞാനിത് ജോയിൻ ചെയ്യാം. ഇതിന് പിന്നെ അതല്ലാതെ ഇപ്പൊ ഞാൻ ഈ കുട്ടികളുടെ കുറച്ച് സംഭവങ്ങൾ പ്രീമിയൊക്കെ അങ്ങനെ ചെറിയ പ്രീമിയങ്ങളാവും. ചെറിയ പ്രീമിയങ്ങളാകുമ്പോ എന്താ അറിയോ, നമ്മൾക്ക് ഇന്നത്തെ കാലത്തെ 1000 രൂപ അല്ല, 10 കൊല്ലം കഴിഞ്ഞിട്ട് 1000. പിന്നെ ഇപ്പൊ എന്താന്ന് അറിയോ സാജു, പ്രവാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായാലും ഗൾഫിൽ കഷ്ടപ്പെട്ട് ആരും ഒന്നും സമ്പാദിക്കുന്നില്ല ശരി. അപ്പോഴത്തെ ആ ഗൾഫിലുള്ള ഒരു പവറിനിങ്ങനെ ചില ആൾക്കാർ രക്ഷപ്പെടൂട്ടല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മള് ആ ഒരു മുൻകൂട്ടി നമ്മുടെ ജീവിതം എല്ലാ കാലത്തും നമുക്ക് ആരോഗ്യം ഉണ്ടാവില്ലല്ലോ. അപ്പോ നമ്മള് നാട്ടിൽ സെറ്റിൽ ആയി കഴിഞ്ഞ് ഇവിടെ ഒന്നും സക്സസ് ആയില്ലെങ്കിൽ എന്ത് ചെയ്യും? സാറിന് ഇപ്പൊ പ്രോപ്പർട്ടി പല സ്ഥലം ഉണ്ടെന്നല്ലേ പറഞ്ഞത്. പ്രോപ്പർട്ടി ഉണ്ട്, ഡെഡ് മണി ആയിട്ട് കിടക്കല്ലേ. നേരെ മറിച്ച് ഈ പൈസ നിങ്ങൾ ഈ പറഞ്ഞ സ്ഥാപനങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആജീവനാന്ത കാലം LIC എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ ക്രെഡിബിലിറ്റി അറിയാലോ. ഞാനില്ലെങ്കിലും നിങ്ങളുടെ ഫണ്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഞാൻ വേണമെന്നില്ല. LIC സജു എത്ര വർഷമായി LIC? ഞാന് ഒരു 14 വർഷം കഴിഞ്ഞു. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, പോണു. ഓഫീസൊക്കെ നല്ല കുഴപ്പമില്ല. സാറൊന്ന് നോക്കിയിട്ട് പറയൂ. ഞാൻ സാറിന് അധികം നേരം ബുദ്ധിമുട്ടിക്കുന്നില്ല. ആയിക്കോട്ടെ. അപ്പൊ ഞാൻ രവീന്ദ്രനെ ഞാൻ ചോദിച്ചെന്ന് കാണില്ലേ? ഞാൻ ചോദിച്ചെന്ന് പറയും, ഞാൻ വിളിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പൊ നമുക്ക് ജോയിൻ ചെയ്യാം. ശരി. എന്തായാലും നല്ലൊരു കാര്യല്ലേ. പ്രവാസമൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ ഇവിടെ നിൽക്കുമ്പോ. ശരി, ഓക്കെ. താങ്ക് യു വേണം. ശരി. പിന്നെ ഏതായാലും ഇപ്പൊ ആ പ്രോപ്പർട്ടി വാങ്ങാൻ വെച്ച പൈസ അതിപ്പോ വാങ്ങിയാലും അവിടെ കിടക്കുകയുള്ളൂ, അല്ലാതെ വേറെ ഇപ്പൊ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. ഇതാവുമ്പോ നമുക്ക് അതെ, ഇതാവുമ്പോ നാട്ടിൽ സെറ്റിൽ ആയി കഴിഞ്ഞാൽ നമുക്കൊരു പെൻഷൻ പോലെ കുറച്ച് പൈസയും കിട്ടുമല്ലോ. എന്തായാലും LIC അങ്ങനെ ഒരു നല്ല കാര്യം. അതന്വേഷിച്ചതാ. രവീന്ദ്രൻ പറഞ്ഞ വെച്ചാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. ആള് പറഞ്ഞു കേട്ടില്ല, ആളില്ലാച്ചെങ്കിലും നമുക്ക് കിട്ടാനുള്ളത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. LICയുടെ നല്ലൊരു നടപടി ആയതുകൊണ്ട്. ശരി.